നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് രൂക്ഷ വിമർശനമായി എത്തിയിരിക്കുകയാണ് ചന്ദ്രിക ദിനപത്രം. ദിനപത്രത്തിന്റെ മുഖപ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾക്ക് കോപ്പി പേസ്റ്റുമായാണ് മുണ്ടുടുത്ത മോദിയുടെ പുറപ്പാടെന്നാണ് വിമർശനം. പിണറായി വിജയനെ ലക്ഷ്യം വെച്ചാണ് CPM നേതൃയോഗങ്ങളിൽ വിമർശനം ഉയർന്നതെന്നും സ്വന്തം മുഖം വികൃതമായത് മനസ്സിലാക്കാതെ മറ്റു പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. മുഖപ്രസംഗത്തിലെ വിമർശനം ഇങ്ങനെയാണ്: മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താൻ നടത്തിയ ശ്രമങ്ങൾ അമ്പെ പരാജയപ്പെട്ടു. ഒരു വിഭാഗത്തിന്റെ പിന്തുണയ്ക്കായി സമുദായ പത്രത്തിൽ അശ്ലീല പരസ്യം നൽകിയിട്ടും കാര്യമുണ്ടായില്ലെന്നും ഭരണപരമായ പോരായ്മയാണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രിയും PR ടീമും മാത്രം തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രശ്നങ്ങൾ കാണിക്കുന്ന കണ്ണാടി കുത്തിപ്പൊട്ടിക്കുന്നതാണ് ഹീറോയിസം എന്നാണ് ധാരണ. ഇതിലും വലിയ അടികിട്ടുമെന്ന് കരുതിയാണ് ഇപ്പോൾ വാർഡുകൾ വെട്ടിക്കീറുന്നത്. വീണ്ടും തോറ്റാൽ CPM-നെ കാണാൻ മ്യൂസിയത്തിൽ തിരയേണ്ടി വരുമെന്ന് നേതാക്കൾ പോലും പറയുകയാണ്. CPM-ലെ ഈഴവ വോട്ടുകൾ സംഘപരിവാരത്തിലേക്ക് ഹോൾസെയിലായി എത്തിക്കുന്ന പാലമാണ് വെള്ളാപ്പള്ളി. നവോത്ഥാന മതിൽ കെട്ടാൻ കരാർ നൽകിയ പിണറായിയും പാർട്ടിയും ഇപ്പോഴും ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയിലേക്ക് വിമർശനം ഉയർന്നപ്പോൾ ന്യായീകരണം ചമയ്ക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാടുപെട്ടു. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ മുസ്ലിം ലീഗിന്റെ മുഖം മാറുകയാണെന്നും തിരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ നേടിയെങ്കിലും UDF-ന് അഭിമാനിക്കാൻ വകയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കോഴിക്കോട് കടപ്പുറത്ത് NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പോടെ മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെടുകയല്ലേ എന്ന് അവർ ചിന്തിക്കണം. ലീഗിന്റെ മുഖം ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPI-യുടെയും മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നും SDPI എന്നും അറിയാത്തവരല്ല കോൺഗ്രസ്. 4 വോട്ടിന് വേണ്ടി കൂട്ടുകൂടാൻ പാടില്ലാത്തവരെ കൂട്ടി. ഇടതുപക്ഷത്തിന് പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിച്ചില്ല. ജനങ്ങൾ UDF-ന് വോട്ട് ചെയ്തത് LDF-നെതിരായ വികാരം കൊണ്ടല്ല, ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രത്യേക സാഹചര്യമാണ്. രാജ്യത്ത് ആകെയുള്ള ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാൻ ശ്രമിച്ചു. കേരളത്തിലെത്തുമ്പോൾ BJP-യും കോൺഗ്രസും തമ്മിൽ സമരസവും സമവായവും ഉണ്ടാവുന്നു. നാടിന്റെ ക്ഷേമമാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. 4 വോട്ട് ഇങ്ങ് പോരട്ടെ എന്നല്ല. കേരളത്തിൽ BJP സ്ഥിരമായി കിട്ടുന്ന വോട്ടിനപ്പുറം പിന്തുണ നേടി. BJP-യെ പിന്തുണച്ചവർ ഇനിയെങ്കിലും ചെയ്തത് ശരിയാണോ എന്ന് ചിന്തിക്കണം. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെ ചിലരെ സ്വാധീനിച്ചു. BJP-യിലെയും ഭരണതലത്തിലെയും ഉന്നതർ ഇത്തരം ചില വിഭാഗങ്ങളുടെ മേധാവികളുമായി ചർച്ച ചെയ്തത് രഹസ്യമല്ല. BJP-യെ പിന്തുണച്ചവരോട് ശത്രുതയില്ല, അവർ തിരുത്തണം. തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക കക്ഷികളുടെ കൂട്ടായ്മ ശക്തിപ്പെട്ടതാണ് BJP-യെ പിറകോട്ടടിപ്പിച്ചത്. പരാജയപ്പെടുത്താനാവാത്ത കക്ഷിയല്ല BJP എന്ന് തെളിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും ചന്ദ്രികയുടെ മുഖപ്രസംഗത്തിലെ വിമർശനം അത് പിണറായി വിജയനേറ്റ തിരിച്ചടി തന്നെയാണ്. ഇതിൽ പിണറായിക്ക് പ്രത്യേകിച്ചായി ഒന്നും പറയുവാനേ കഴിയില്ല. ഇതിന് എന്ത് മറുപടി പിണറായി പറഞ്ഞാലും ഇരുതല മൂർച്ചയുള്ള വാൾ പോലെ പിണറായിക്ക് തന്നെ മുറിയുകയും ചെയ്യും. നന്ദി.